ഈ വർഷത്തെ വിഷുബലം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്രേക്ഷകരിൽ നിന്ന് വളരെ നല്ലൊരു റെസ്പോണ്ടാണ് കിട്ടിയത്. ഒരുപാട് പേഴ്സണൽ മെസ്സേജുകളും ഒരുപാട് കമൻസുകളും ഒരുപാട് പേര് അഭിപ്രായങ്ങൾ, പല സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് വിഷുബലങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്രാപ്തിയുള്ള അല്ലെ ബലപ്രാപ്തിയുള്ള 5 നാളുകളെ കുറിച്ചാണ് ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആ വീഡിയോ കാണാത്തവർ ഒന്ന് കാണുക. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഈ വിഷുബലം എന്ന് പറയുന്നത് ഈ വിഷു മുതൽ അടുത്ത വർഷം വിഷു വരെയാണ്, അതായത് 2027 വിഷു വരെയുള്ള കാര്യങ്ങളാണ്. അതിൽ തന്നെ 5 നാളുകൾ എന്ന് പറയുന്നത് ഈ ഗുണദോഷ സമ്മിശ്രം എന്നാണ് പറയുന്നത്. അതായത് 5 നാളുകൾക്ക് ഒരു 6 മാസം കഴിഞ്ഞതിന് ശേഷം വളരെയേറെ മെച്ചങ്ങൾ വരുന്നുണ്ട്. ഓക്കെ, അതായത് ആ 5 നാളുകൾ, ആ 5 നാളുകൾ ഏതൊക്കെയാണെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. ഓക്കെ, അതായത് വിഷുബലം എന്ന് പറയുന്നത് 2026 വിഷു മുതൽ 2027 വിഷു വരെയുള്ള ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ബലമാണ് പറയുന്നത്. അതിൽ തന്നെ ഗുണദോഷ സമ്മിശ്രമായ 5 നാളുകളുണ്ട്. അതായത് അവർക്ക് 6 മാസം എന്ന് പറയുന്നത് വളരെ എന്താ പറയാ, കഷ്ടകാലം പോലെയുള്ള എല്ലാത്തിലും പരാജയവും എല്ലാം ഉള്ള നാളാണ് ഫസ്റ്റത്തെ ഒരു 6 മാസം എന്ന് പറയുന്നത്. അതിനുശേഷം അവർക്ക് നല്ല സമയമാണ്. അത് ഏതൊക്കെയാണെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. അതായത് സെപ്റ്റംബർ മാസം വരെ, സെപ്റ്റംബർ മാസത്തിന് ശേഷം പിന്നീട് 2027 മാർച്ച് വരെയുള്ള സമയമുള്ള 6 മാസം എന്ന് പറയുന്നത് അതൊക്കെ വളരെ നല്ല സമയമാണ്. ഓക്കെ, അപ്പോൾ ഇനി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ സംശയങ്ങൾ എഴുതുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയ്ക്ക് കിടക്കാം. അതായത് വിഷുബലങ്ങളില് ഇനി പറയുന്ന 5 നാളെന്ന് പറയുന്നത് അവർക്ക് 6 മാസം എന്ന് പറയുന്നത് തുടക്കത്തിലെ 6 മാസം, അതായത് ഏപ്രിൽ മുതൽ സെപ്റ്റംബർ വരെയുള്ള മാസങ്ങളിൽ കുറച്ച് പ്രതിസന്ധികളും കുറച്ച് കഷ്ടങ്ങളും ഉണ്ടാകും. അതിനുശേഷം സെപ്റ്റംബറിന് ശേഷം മാർച്ച് വരെയുള്ള മാസങ്ങൾ, 2027 മാർച്ച് വരെയുള്ള മാസങ്ങളിൽ വളരെ നല്ല കാലങ്ങളാണ്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് അശ്വതി നക്ഷത്രം തന്നെയാണ്. ആദ്യത്തെ നക്ഷത്രക്രമത്തില് ആദ്യത്തെ നക്ഷത്രമായ അശ്വതി. നമുക്ക് ഒന്ന് ജസ്റ്റ് അതിനെ കുറിച്ചൊന്ന് പറയാം. അശ്വതി നക്ഷത്രക്കാർ ശരാശരിയിൽ കൂടുതൽ അറിവുള്ളവരായിരിക്കും. ഈ നക്ഷത്രക്കാർ പൊതുവെ ധീരന്മാരും അഭിമാനികളും മാന്യന്മാരും എല്ലാ കാര്യത്തിലും വിദഗ്ധരും കുടുംബത്തിൽ ബഹുമാനിക്കപ്പെടുന്നവരും ആയിരിക്കും. സ്വന്തം കടമകളിൽ തികഞ്ഞ ഉത്തരവാദിത്വ ബോധം കാണിക്കും. അശ്വതി നക്ഷത്രക്കാർക്ക് പൊതുവെ മദ്യപാനത്തോട് കൂടുതൽ താല്പര്യം തോന്നും. എന്തായാലും ഇവർക്ക് ലിക്വിഡായ ഫുഡ് അല്ലെങ്കിൽ ദ്രവ ഭക്ഷണത്തോടായിരിക്കും വളരെ താല്പര്യം. ഓക്കെ, അതായത് വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും വളരെ തടസ്സങ്ങൾ നേരിടുമെന്നാണ് പറയുന്നത്. ആദ്യത്തെ ഒരു 6 മാസം ഉദ്യോഗം നഷ്ടപ്പെടും. പലപ്പോഴും ഉപരിപഠനത്തിന് അവസരം ലഭിച്ചാൽ സ്വീകരിക്കുന്നത് ഭാവിയിൽ ഗുണകരമാകും. വിദേശത്ത് ഉദ്യോഗമുള്ളവർക്ക് സ്ഥിര താമസാനുമതിയോ താൽക്കാലിക താമസാനുമതിയോ അപരാധങ്ങൾക്ക് ഇടവരുത്തുന്നതും നല്ല തൊഴിലവസരങ്ങൾ നഷ്ടപ്പെടും. വിശ്വാസയോഗ്യമല്ലാത്ത സാമ്പത്തിക ഇടപാടുകളിൽ നിന്ന് പിന്മാറുകയാണ് നല്ലത്. സുതാര്യ കുറവിനാൽ സംയുക്ത സംരംഭങ്ങളിൽ നിന്നും നിരുപാധികം പിന്മാറും. അഭിപ്രായ സമന്വയത്തിന് അഹോരാത്രം പ്രവർത്തനങ്ങൾക്കും വിട്ടുവീഴ്ച മനോഭാവവും വേണ്ടിവരും. കക്ഷി രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ വാക്കുപാലിക്കാൻ സാധിക്കുന്നതിനാൽ ദുഷ്കീർത്തി വന്നു ചേരും. വസ്തുതകൾക്ക് നിരക്കാത്ത കാര്യങ്ങളിൽ ഏർപ്പെടുവാൻ നിർബന്ധിതമാകുന്നതിനാൽ മാനസികമായ സ്വസ്ഥതയും സമാധാനവും കുറയും. ഔദ്യോഗികമായ ചുമതലകൾ വളരെയേറെ വർദ്ധിക്കും. മേലധികാരികളുടെയും കീഴ് ജീവനക്കാരുടെയും ജോലി ചെയ്ത് തീർക്കേണ്ടി വരും. അതായത് ഓവർലോഡ് അനുഭവപ്പെടുന്നതാണ് പറയപ്പെടുന്നത്. ഓക്കെ, അതായത് ഒരു 6 മാസം എന്ന് പറയുന്നത് നിങ്ങൾ ചെയ്യുന്ന മേഖലകളിൽ വളരെയേറെ തടസ്സം നേരിടും. പക്ഷെ സെപ്റ്റംബർ മാസത്തിന് ശേഷം വളരെയേറെ മെച്ചമാണ്. അതായത് പരീക്ഷയൊക്കെ എഴുതിയ വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ ഉദ്യോഗാർത്ഥികൾക്കും പരീക്ഷകളിലെ ഉന്നത വിജയങ്ങളും അതുപോലെ തന്നെ ജോലിക്കുള്ള സാധ്യതയും കാണുന്നുണ്ട്. പിന്നെ അതില് വിദേശത്തെ ഇപ്പൊ നമ്മൾ യുദ്ധമൊക്കെ ആണല്ലോ, വിദേശത്ത് നിന്ന് പലപ്പോഴും ജോലി നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ താൽക്കാലികമായിട്ട് പിരിച്ചുവിടുകയൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് സെപ്റ്റംബറിന് ശേഷം വിളിച്ച് ഉദ്യോഗം തരുന്ന പറയുന്നത്. അതായത് ഉദ്യോഗാർത്ഥികൾക്കും അതുപോലെ തുടർന്നുള്ള ജോലി നഷ്ടപ്പെട്ട ആളുകൾക്കും വളരെ മെച്ചമുള്ള സമയമാണ്. പ്രത്യേകിച്ച് വിദേശത്ത് ജോലി നഷ്ടപ്പെട്ട ആളുകൾക്ക് വിദേശത്ത് വീണ്ടും പോകാനുള്ള
നല്ല ജോലിയോട് കൂടിയിട്ട് പോകാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന അപരാധം കേൾക്കാൻ ഇടയാകും, ചെയ്യാത്ത കുറ്റത്തിന് അപരാധം കേൾക്കാൻ ഉണ്ടാവും എന്നാണ് പറഞ്ഞത്. അതിൽ നിന്നൊക്കെ കുറ്റവിമുക്തമായി അല്ലെങ്കിൽ അതില് എല്ലാം തിരിച്ചറിഞ്ഞ് അവർക്ക് കൂടുതൽ പ്രശംസയും ബഹുമാനവും വരാൻ സെപ്റ്റംബർ മാസത്തിന് ശേഷം ഉണ്ട്. അതുപോലെ തന്നെ കക്ഷി രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ വാക്കുപാലിക്കാൻ സാധിക്കുന്നതിനാൽ ദുഷ്കീർത്തി വന്നു ചേരും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കക്ഷി രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ വാക്കുപാലിക്കാൻ സാധിക്കാത്തതിനാൽ, അതായത് പലപ്പോഴും രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ നടത്തുന്ന സമയത്ത് പല വാക്കുകൾ ചിലപ്പോ നമ്മള് വേണോ വേണ്ടയ്ക്കോ പറയുമല്ലോ, പല ആളുകൾക്ക് വാക്കുകൾ കൊടുക്കും, അത് പല ദുഷ്കീർത്തിക്ക് ഇടയാക്കും. അത് മാറി അവിടെയും നല്ല ശോഭ വരുന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഔദ്യോഗികമായി ചുമതലകൾ വളരെയേറെ കുറയും. പൊതുവെ സെപ്റ്റംബർ മാസത്തിന് ശേഷം അശ്വതി നാളുകാർക്ക് വളരെ നല്ല സമയമാണ്. 6 മാസം അവര് ഏത് പ്രവർത്തനങ്ങളിലേക്ക് പോകുന്ന സമയത്തും വളരെയേറെ ശ്രദ്ധിക്കുക എന്നാണ് ചുരുക്കത്തിൽ പറയാനുള്ളത്. ഓക്കെ, അതായത് നക്ഷത്രക്രമത്തില് 7ാമത് വരുന്നതാണ് പുണർദം നക്ഷത്രം. അവർക്ക് 6 മാസം കുറച്ച് തടസ്സങ്ങളും 6 മാസത്തിന് ശേഷം വളരെ നല്ല സമയമാണ് വൃഷഭലത്തിൽ കാണുന്നത്. അതായത് പുണർദം നക്ഷത്രക്കാർ ഉദാരമതികളായിരിക്കും, സുഖം അനുഭവിക്കുന്നവരും എപ്പോഴും സന്തോഷിക്കുന്നവരുമായിരിക്കുന്ന ഈ നക്ഷത്രങ്ങൾക്ക് കവിഹൃദയം ഉണ്ടായിരിക്കും. വെള്ളത്തിനും വേണ്ടിയുള്ള ദാഹം മറ്റുള്ളവരെക്കാൾ കൂടുതലുണ്ടാകും. പല കാര്യങ്ങളിലും ബുദ്ധി വളരെ വൈകി മാത്രമേ ഉദിക്കൂ, പക്ഷെ ഉദിച്ചു കഴിഞ്ഞ ബുദ്ധി വളരെ തീവ്രമായിരിക്കും അക്കൂട്ടർക്ക്. ഈ നാളുകാർ ഏവരെയും സ്നേഹിക്കാൻ കഴിയുന്നവരാണ്, നല്ല സ്വഭാവമുള്ളവരെന്ന് പേര് കേട്ടവരായിരിക്കും ഈ നക്ഷത്രക്കാർ. വളരെ സ്നേഹസമ്പന്നരായ ആളുകളായിരിക്കും. അവര് വളരെ പെട്ടെന്ന് തന്നെ ഒരാളെ സ്നേഹിക്കാൻ വളരെ മിടുക്കന്മാരും മിടുക്കികളായിരിക്കും പുണർദം നക്ഷത്രം. അതായത് ഭരണ സംവിധാനത്തിൽ പുതിയ ആശയങ്ങൾ അവലംബിക്കുന്നതിൽ അഭൂതപൂർവമായ വളർച്ചയും പുതിയ അവസരങ്ങൾക്ക് വഴിയൊരുക്കും. അതുപോലെ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾ വളരെയേറെ വരാൻ സാധ്യതയുണ്ട്. പങ്കാളിയായിട്ടോ അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിലോ മറ്റേ ആളുകളുമായിട്ട് വളരെയേറെ അഭിപ്രായ ഭിന്നതകൾ ആദ്യത്തെ സമയങ്ങളിൽ ഉണ്ടാവും. അതുപോലെ തന്നെ സ്വപ്ന സാക്ഷാത്കാരത്താൽ ആത്മനിർവൃതി ഉണ്ടാകും. സഹപാഠികളോടൊപ്പം ഉദ്ദേശിച്ച വിഷയത്തിൽ ഉപരിപഠനത്തിന് ചേരാൻ സാധിക്കും. അതുപോലെ തന്നെ വിവിധങ്ങളും വ്യത്യസ്തങ്ങളുമായ ആശയങ്ങൾ ലക്ഷ്യപ്രാപ്തി നേടാൻ വളരെയേറെ അഹോരാത്രം പണിയെടുക്കേണ്ടി വരും. അതുപോലെ തന്നെ സന്താന ഭാഗ്യം ഇല്ലാത്ത ആളുകൾക്ക് 6 മാസത്തിന് ശേഷം വളരെയേറെ സന്താന ഭാഗ്യം വരുന്നുണ്ട്. അതുപോലെ തന്നെ വിവാഹങ്ങൾ തടസ്സം അല്ലെങ്കിൽ ജാതക ദോഷം അല്ലെങ്കിൽ എന്തെങ്കിലും തടസ്സങ്ങൾ വന്നുകൊണ്ടേ ഇരുന്നുണ്ടാകും ഈ കൂട്ടർക്ക്. പുണർദം നാളുകാർക്ക് 6 മാസത്തിന് ശേഷം വളരെ നല്ല ആലോചനകളും അതിലൂടെ വളരെയേറെ മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ആദ്യത്തെ ഒരു 5-6 മാസം എല്ലാ മേഖലകളിലും ഹെൽത്തിലും ഇഷ്യൂസുകളിലൊക്കെ വളരെയേറെ ഹെൽത്ത് ഇഷ്യൂസിൽ വളരെയേറെ പ്രശ്നങ്ങൾ കാണുന്നുണ്ട്. 6 മാസത്തിന് ശേഷം ഇവർക്ക് വളരെയേറെ മെച്ചമായിരിക്കും. അതുപോലെ തന്നെ സാമ്പത്തിക നേട്ടം എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. ഇറങ്ങി പുറപ്പെടുന്ന എല്ലാ കാര്യങ്ങളിലും വൻ തടസ്സങ്ങള് സാമ്പത്തിക നഷ്ടങ്ങള് ആദ്യത്തെ 3-4 മാസങ്ങളിൽ ഉണ്ടാവും. 6 മാസത്തിന് ശേഷം വീണ്ടും ഇവർക്ക് വളരെയേറെ മെച്ചം കാണുന്നുണ്ട്. ഇപ്പൊ പുണർദം നക്ഷത്രക്കാർക്ക് ആദ്യത്തെ 6 മാസം ഗുണദോഷ സമ്മിശ്രം എന്ന് പറഞ്ഞ പോലെ ആദ്യത്തെ 6 മാസം വളരെ തടസ്സങ്ങളും 6 മാസത്തിന് ശേഷം വളരെ മെച്ചവുമാണ്. ഓക്കെ, 3ാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് ഉത്രം നക്ഷത്രമാണ്. അതായത് നക്ഷത്രക്രമത്തിലെ 12ാമത്തെ നാളാണ് ഉത്രം എന്ന് പറയുന്നത്. ഉത്രം നക്ഷത്രക്കാർ പൊതുവെ എതിർലിംഗത്തിൽപ്പെട്ടവർക്കും പ്രിയപ്പെട്ടവരായിരിക്കും. അതായത് വളരെയേറെ എന്താ പറയാ ഓപ്പോസിറ്റ് ടീമുകളെ വളരെയേറെ ഇഷ്ടമായിരിക്കും ഈ ഉത്രം നാളുകാർക്ക്. അതായത് പുരുഷന് സ്ത്രീയോടും സ്ത്രീക്ക് പുരുഷനോടും വളരെയേറെ എന്താ പറയാ അട്രാക്ഷൻ ആയിരിക്കും എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ജ്ഞാനികളും ഉദാരമനസ്കരും നന്ദിയുള്ളവരുമായിരിക്കും. ബന്ധുക്കൾക്കിടയിൽ എപ്പോഴും മാന്യമായ സ്ഥാനം ലഭിക്കും. കൂടുതൽ കാലവും സുഖവും അനുഭവിക്കും. അതായത് എല്ലാ ബന്ധുമിത്രാദികളുടെ ഇടയിലും എല്ലാ ആളുകളുടെ ഇടയിലും വളരെ ബഹുമാനവും സ്നേഹവും ഉണ്ടാവും. അതുപോലെ തന്നെ കൂടുതൽ കാലം സുഖം അനുഭവിക്കും. സർക്കാരിൽ നിന്നുള്ള ധനം ലഭിക്കാൻ സാധ്യതയുണ്ട്. വാചാലന്മാരായ ഈ നാളുകാർക്ക് ഉപകാരം ചെയ്തവരോട് എപ്പോഴും നന്ദിയുള്ളവരായിരിക്കും. അതായത് നന്ദിയുള്ള ആളുകളായിരിക്കും ഇത്രം നക്ഷത്രക്കാർ എന്ന് പൊതുവെ പറയപ്പെടുന്നു. അപ്പോൾ ഈ വർഷത്തെ ബലം എന്ന് പറയുന്നത് ഒരു 6 മാസം ഇവരെ കുറച്ച് തടസ്സങ്ങളാണ്
എങ്കിലും മറ്റു നക്ഷത്രക്കാരെ അപേക്ഷിച്ച് ഈ പറയുന്ന 5 നക്ഷത്രങ്ങളിലെ മറ്റു നക്ഷത്രക്കാരെ അപേക്ഷിച്ച് വളരെയേറെ മെച്ചം ഉത്തരം നക്ഷത്രത്തിന് ഉണ്ട്. ജീവിത ചെലവ് നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി ആർഭാടങ്ങൾ ഒഴിവാക്കും. ആത്മാനുവർത്തികളിൽ നിന്ന് ലഭിക്കുന്ന നിർദ്ദേശങ്ങൾ പലപ്പോഴും യാഥാർത്ഥ്യങ്ങളോട് പൊരുത്തപ്പെടുന്നതിനാൽ ആശ്വാസം തോന്നും. സത്യാവസ്ഥ ബോധിപ്പിച്ചാലും മറ്റുള്ളവർക്ക് യഥാർത്ഥമായി തോന്നുകയില്ല. നിശ്ചയിച്ചുറപ്പിച്ച കാര്യങ്ങൾക്ക് വ്യതിചലനം വന്നു ചേരും. യുക്തമായ തീരുമാനങ്ങൾക്ക് ജീവിത പങ്കാളിയുടെ നിർദ്ദേശം സ്വീകരിക്കുകയാവും നല്ലത്. വിദഗ്ധ നിർദ്ദേശങ്ങൾ തേടി സുവ്യക്തമായ കർമ്മപദ്ധതി തുടങ്ങും. ഭയഭക്തി ബഹുമാനത്തോടു കൂടി ചെയ്യുന്നതെല്ലാം വിജയം കൈവരിക്കും. ഓക്കെ. അപര്യാപ്തതകൾ മനസ്സിലാക്കി പ്രവർത്തിക്കുന്നതിനാൽ അബദ്ധങ്ങൾ ഒഴിവാക്കും. നിലനിൽപ്പിന് ആധാരമായ ഉദ്യോഗം ലഭിക്കും. വ്യവസായ വ്യാപാരങ്ങൾ വിപുലമാക്കുവാൻ ഉദ്യോഗസ്ഥരെ നിയമിക്കും. അതുപോലെ തന്നെ വളരെയേറെ ഹെൽത്ത് ഇഷ്യൂസ് വരുന്നുണ്ട്. ഉദര സംബന്ധമായ അസുഖങ്ങൾക്ക് ആദ്യത്തെ 2-3 മാസം കാണുന്നുണ്ട്. അതായത് ആശുപത്രി വാസങ്ങളൊക്കെ വളരെയേറെ ഈ നാളുകാർക്ക് കാണുന്നുണ്ട്. അതുപോലെ തന്നെ കൂടുതൽ അധികം സംസാരിക്കാതിരിക്കുകയാണ് ഇക്കൂട്ട ആദ്യത്തെ കുറച്ച് മാസങ്ങൾ നല്ലത്. എന്താ പറഞ്ഞാൽ നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ മറ്റുള്ള ആളുകൾക്ക് വളരെ വിപരീത ദിശയിൽ കാണുമെന്നാണ് പറയുന്നത്. അപ്പോൾ 6 മാസത്തിന് ശേഷം ഏകദേശം സെപ്റ്റംബർ ഒക്ടോബറിന് ശേഷം വളരെയേറെ മാറ്റങ്ങൾ വരുന്നുണ്ട്. ഗുണദോഷ സമ്മിശ്രമാണ്. അതിനുശേഷം സെപ്റ്റംബർ മാസത്തിന് ശേഷം ഇറങ്ങി പുറപ്പെടുന്ന എല്ലാ കാര്യങ്ങൾക്കും വളരെയേറെ വിജയങ്ങൾ കൈവരിക്കാൻ കഴിയും. അതുപോലെ തന്നെ വിശേഷപ്പെട്ട ദിവസങ്ങള്, അതുപോലെ തന്നെ ധാരാളം ആരാധനാലയങ്ങള് സന്ദർശിക്കുക. അതുപോലെ തന്നെ ഉല്ലാസ വിനോദയാത്രകള് വളരെയേറെ പോവാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ മറ്റുള്ള ആളുകളെ തെറ്റിദ്ധരിച്ച ആളുകളെല്ലാം പിന്നീട് അത് മാറി കൂടുതൽ സ്നേഹത്തോടെ വർത്തിക്കാനും കാരണമാകുന്നുണ്ട്. അപ്പോ വിഷുബലങ്ങളില് ഗുണദോഷ സമ്മിശ്രമായ നക്ഷത്രങ്ങളുടെ ഇതാണ് പറയുന്നത്. അതിൽ മൂന്നാമത്തത് ഉത്രം. ഒന്നുകൂടി പറയാ. ആദ്യത്തേത് അശ്വതി, രണ്ടാമത് പുണർദം, മൂന്നാമത് ഉത്രം. ഓക്കെ. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് തൃക്കേട്ട എന്ന് പറയുന്ന ഒരു നക്ഷത്രമാണ്. 18ാമത്തെ ക്രമത്തില് 18ാമത്തെ നക്ഷത്രമായിട്ടാണ് ഈ നക്ഷത്രം വരുന്നത്. മനസ്സിന് എപ്പോഴും സന്തോഷം ഉണ്ടായിരിക്കുന്നത് എന്നത് തൃക്കേട്ട നക്ഷത്രക്കാരുടെ പ്രത്യേകതയാണ്. അതായത് എത്ര വിഷമമുണ്ടെങ്കിലും ഇവരുടെ മുഖത്ത് നോക്കിയിട്ട് നമ്മളെ മുഖം മനുഷ്യന്റെ കണ്ണാടിയാണെന്ന് പറയില്ലേ, പക്ഷെ തൃക്കേട്ട നാളുകാരുടെ മുഖത്ത് നോക്കിയിട്ട് അവരെ എന്താണ് വിഷമമാണോ അല്ലെങ്കിൽ വളരെ എന്ത് ഫീലിങ്സ് എന്നാണ് അറിയാൻ കഴിയില്ല. എപ്പോഴും അവര് സന്തോഷപ്രദമായിരിക്കും. അതായത് അകത്ത് നല്ല വിഷമമുണ്ടെങ്കിലും പുറത്ത് അവർ പ്രകടിപ്പിക്കാറേ ഇല്ല. അതുപോലെ തന്നെ ഇവർക്ക് ധർമാനുഷ്ഠാനങ്ങളിൽ പ്രത്യേക താല്പര്യമുണ്ടായിരിക്കും. ബന്ധുക്കൾ വളരെയധികം ഉണ്ടാവും. അതായത് മറ്റുള്ള ആളുകൾക്ക് കൊടുക്കുന്നതില്, അതായത് ദാന ധർമ്മങ്ങൾക്കെല്ലാം വളരെയേറെ പേരുകെട്ടവരാണ്. അതുപോലെ തന്നെ ബന്ധുക്കളുടെ ഇടയിലും മറ്റ് ജനങ്ങളുടെ ഇടയിലും വളരെയേറെ ബഹുമാനാർത്ഥം ഇവരെ വളരെയേറെ ഇഷ്ടപ്പെടുന്നതാണ് പറയുന്നത്. ആരോഗ്യ ദൃഢഗാത്രരായിരിക്കും. സ്വന്തം സമുദായത്തിൽ നേതൃസ്ഥാനത്തെത്തും. ഈ നാളുകൾക്ക് ചിലർക്ക് പരസ്ത്രീകളിൽ താല്പര്യമുണ്ടായിരിക്കും. ഇതൊക്കെയാണ് ഇവരുടെ പൊതുവായിട്ട് പറയുന്നത്. അതായത് വളരെ സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും വളരെ ആരോഗ്യ ദൃഢഗാത്രനായിരിക്കും. അല്ലെങ്കിൽ നല്ല നമ്മൾ സൈസ് പറയില്ലേ, ഹൈറ്റും വെയിറ്റ് എന്നൊക്കെ പറയില്ലേ, അതുപോലെ ഉള്ള ആളുകളായിരിക്കും തൃക്കേട്ട നാളുകാര്. അതുപോലെ തന്നെ പല ആളുകൾക്കും പരസ്ത്രീ ബന്ധങ്ങൾ പുരുഷന്മാരില് ഉണ്ടാകും. പൊതുവെ ഈ വർഷത്തെ പുതിയ വ്യാപാര വ്യവസായ വിപണന വിതരണ മേഖലകൾ തുടങ്ങുവാനും സാമ്പത്തിക പുരോഗതിക്കും യോഗമുണ്ട്. അതായത് ആദ്യത്തെ സമയങ്ങളിൽ കുറച്ച് വ്യാപാര മേഖലകളില് പുതിയ കച്ചവടങ്ങളിലേക്ക് അവർ ഇറങ്ങുകയും അത് ആദ്യം ഒരു വിജയമായിരിക്കുകയും പിന്നീട് അത് നഷ്ടങ്ങൾ സംഭവിക്കുകയും ചെയ്യും. പിന്നീട് വീണ്ടും ഈ 6 മാസത്തിന് ശേഷം സെപ്റ്റംബറിന് ശേഷം പുരോഗതി കൈവരിക്കാനും സാധ്യതയുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഉത്സാഹക്കുറവ്, ഉന്മേഷക്കുറവൊക്കെ ആദ്യത്തെ മാസങ്ങളിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ പല തടസ്സങ്ങൾ, വിവാഹം കഴിയാത്ത ആളുകളും വിവാഹം കഴിയാത്ത ജാതക പ്രശ്നങ്ങള്, നാളെ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ മറ്റേ ഒന്ന് ശരിയായി കഴിഞ്ഞാൽ ഒന്ന് ശരിയാകാതിരിക്കുക, അല്ലെങ്കിൽ കുടുംബത്തിൽ ആർക്കെങ്കിലും ഇഷ്ടമില്ലാതിരിക്കുക, എല്ലാ കാര്യങ്ങളും ശരിയായി വരുന്ന സമയത്ത് നഷ്ടപ്പെടുക, അങ്ങനെയുള്ള അവസ്ഥകളൊക്കെ സംജാതമാകും. അത് 6 മാസത്തിന് ശേഷം പിന്നീട് മെച്ചപ്പെടുകയും ചെയ്യും. വിട്ടുവീഴ്ച മനോഭാവത്താൽ ദാമ്പത്യ സൗഖ്യവും കുടുംബത്തിലെ സ്വസ്ഥയും സമാധാനവും പിന്നീട് ഇവർക്കുണ്ടാവും. അതായത് തുടക്കത്തില്
ദാമ്പത്യ പ്രശ്നങ്ങളും അതുപോലെ തന്നെ അഭിപ്രായ ഭിന്നതയൊക്കെ വളരെയേറെ വർദ്ധിക്കാനിടയുണ്ട്. പിന്നീട് രമ്യതയിലെത്തുകയും വളരെ ദൃഢമായ ഒരു ദാമ്പത്യ ജീവിതം ഇതാവുകയും ചെയ്യും. മനസ്സിൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നിഷ്പ്രയാസം സാധിക്കും. പരമപ്രധാനമായ കാര്യങ്ങൾ അന്തിമ തീരുമാനമുണ്ടാകും. ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റവും ആനുകൂല്യങ്ങളും സ്ഥാനമാറ്റവും അംഗീകാരവും യഥാസമയം ലഭിക്കും. ദേവാലയം, പുണ്യതീർത്ഥ യാത്രകൾ തുടങ്ങിയവയ്ക്ക് അവസരമുണ്ടാവും. വിസ്തൃതിയുള്ള ഭൂമി വാങ്ങി ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങും. അവിടെയും തുടക്ക സമയങ്ങളിൽ തടസ്സങ്ങൾ നേരിടാൻ സാധ്യതയുണ്ട്. അതായത് ഇപ്പൊ നമ്മളെ പുതിയ വീടൊക്കെ കെട്ടുന്ന ആളുകളാണ്, പല ലോണുകളൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടാവില്ലേ, അതൊക്കെ തുടക്കത്തില് വളരെ തടസ്സങ്ങൾ നേരിടാൻ സാധ്യതയുണ്ട്. പക്ഷെ പിന്നീട് നമ്മൾ പറഞ്ഞ പോലെ സെപ്റ്റംബർ മാസത്തിന് ശേഷം വളരെയേറെ പുരോഗതിയുണ്ട്. ഏത് ലോൺ ആണെങ്കിലും പെട്ടെന്ന് തന്നെ ബാങ്ക് സംബന്ധമായ കാര്യങ്ങളിലെല്ലാം പെട്ടെന്ന് തന്നെ കൈവരാൻ സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ ആളുകളിൽ നിന്ന് അകന്നുപോയ ആളുകളെല്ലാം പിന്നീട് അടുത്ത് വരികയും വളരെയേറെ തെറ്റിദ്ധാരണകൾ ഒഴിവാക്കപ്പെടാനും സാധ്യതയുണ്ട്. അപ്പോ ഈ നാളുകൾ ക്രമത്തില് 4ാമത്തെ നാളായ തൃക്കേട്ട എന്ന് പറയുന്നത് 6 മാസം വളരെ കുറച്ച് തടസ്സങ്ങളും 6 മാസത്തിന് ശേഷം വളരെ നല്ല സമയമാണെന്ന് വിഷുബലം സൂചിപ്പിക്കുന്നു. ഓക്കെ, വിഷുബലത്തിലെ ഗുണദോഷ സമ്മിശ്രമായ 5 നാളുകളില് അവസാനം 5ാമത്തെ നാളെന്ന് പറയുന്നത് രേവതി എന്ന നാളാണ്. അതായത് നക്ഷത്ര ക്രമങ്ങളില് ഏറ്റവും അവസാനത്തെ 27ാമത്തെ നക്ഷത്രമായ രേവതി എന്ന് പറയുന്നത്. രേവതി നാളുകാര് കുറെ കാലങ്ങളായിട്ട്, വർഷങ്ങളായിട്ട് ഒരുപാട് തടസ്സങ്ങളും എന്താ പറയാ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്ന ഒരു നാളാണല്ലേ. അപ്പോ അവർക്ക് ഈ 6 മാസം കഴിഞ്ഞതിന് ശേഷം വളരെയേറെ നല്ല സമയമാണ് വരാൻ പോകുന്നത്. പൊതുവെ രേവതി നക്ഷത്രക്കാർ സ്വയം പ്രതാപികളെന്ന് അഭിമാനിക്കും. പൊതുവെ സുന്ദരന്മാരായിരിക്കും, സുന്ദരിമാരായിരിക്കും. സ്ത്രീകൾക്ക് പെട്ടെന്ന് വഴങ്ങുന്ന കൂട്ടത്തിലായിരിക്കില്ല, വളരെയേറെ അഭിമാനികളായിരിക്കും. അതുപോലെ തന്നെ കാമാതുരമായ ഹൃദയം ഉണ്ടായിരിക്കും. ഏത് കാര്യത്തിലും മത്സര ബുദ്ധിയോട് കാണിക്കും. ഇളകാത്ത മനസ്സായിരിക്കും. നല്ല കാര്യങ്ങൾ ചെയ്യാൻ അതിയായ താല്പര്യമുണ്ടാവും. ഭാര്യയോടും മക്കളോടും കൂടി സന്തോഷപരമായ ജീവിതം നയിക്കും. ശരീരത്തിൽ പ്രത്യേക അടയാളം കാണാനിടയുണ്ട്. അതായത് ഇക്കൂട്ടർ പെട്ടെന്ന് ആരെയും വിശ്വസിക്കാറില്ല എന്നാണ് ചുരുക്കത്തില്. വിശ്വസിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എന്ത് വേണമെങ്കിലും അവർ കൊടുക്കുകയും ചെയ്യും. പിന്നെ പൊതുവെ ഇവര് ഒരു എന്താ പറയാ ഒരു റൊമാൻറ്റിക് പറയില്ലേ, വളരെ കാമാതുരമായ ഒരു ഇതായിരിക്കും പൊതുവെ ഈ കൂട്ടർ. രേവതി നക്ഷത്രക്കാർ പുരുഷന്മാരാണെങ്കിലും സ്ത്രീകളാണെങ്കിലും വളരെ സുന്ദരന്മാരും സുന്ദരിമാരായിരിക്കും. ഒരുപാട് തടസ്സങ്ങൾ നേരിട്ടുണ്ടാകും അല്ലേ. അതായത് ജോലി സംബന്ധമായ, സാമ്പത്തികമായ പ്രശ്നങ്ങളെ, വിവാഹം നടക്കാത്ത ആളുകളെ, അവർക്ക് എല്ലാവർക്കും ഈ ഒരു 6 മാസത്തിന് ശേഷം വളരെ നല്ലൊരു സമയമാണ് കാണുന്നത്. അതായത് മേലധികാരികളിൽ നിന്നുള്ള തടസ്സങ്ങള് മാറിക്കിട്ടും. അതുപോലെ തന്നെ തൊഴിലവസരങ്ങള്, പലപ്പോഴും ചെറിയ ചെറിയ തൊഴിലുകൾ ചെയ്തിട്ട് പലപ്പോഴും തൊഴിലുകൾ നഷ്ടപ്പെടുക, അല്ലെങ്കിൽ പല ഉയർന്ന ജോലികളിൽ നിന്ന് എന്തെങ്കിലും നമ്മൾ ചെയ്യാത്ത കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സസ്പെൻഷനിലാകുക എന്നൊക്കെ ഉണ്ടാകുമല്ലോ. അതെല്ലാം മാറി വളരെ ഏറെ മെച്ചങ്ങളും അതുപോലെ തന്നെ ജോലി സ്ഥിരതയും വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ പല മേഖലകളിലെ പ്രത്യേകിച്ച് സാമ്പത്തിക ഇടപാടുകളിലെ ഇപ്പോൾ പലിശയ്ക്ക് കൊടുത്ത ആളുകള്, അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ അത് പിന്നീട് ആളുകൾ തെറ്റി മനസ്സിലാക്കിയിട്ട് വലിയൊരു എമൗണ്ട് ആയിട്ട് അവർക്ക് തിരിച്ചു കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ വളരെ ഹെൽത്ത് സംബന്ധമായ കാര്യങ്ങള്, ഉദര സംബന്ധമായ അസുഖങ്ങള്, പ്രമേഹം തുടങ്ങിയ ആളുകളെ അലട്ടിക്കൊണ്ടിരുന്ന അസുഖങ്ങളെല്ലാം മാറി വളരെയേറെ സത്ചിന്തകളും ആരോഗ്യപരമായ ഇതും തടസ്സങ്ങളും മാറിക്കിട്ടുന്നാണ് പറയുന്നത്. ചില ചുമതലകൾ ജീവിത പങ്കാളിയെ ഏൽപ്പിക്കുന്നതിന് ആശ്വാസത്തിനും വഴിയൊരുക്കും. വിശ്വാസയോഗ്യമായ പ്രവർത്തനങ്ങളിൽ പങ്കുചേരും. ഔദ്യോഗികമായും തൊഴിൽ മേഖലകളോട് ബന്ധപ്പെട്ടും വിദേശ യാത്രകൾ വേണ്ടിവരും. വിദേശത്ത് വളരെ നല്ല ഉയർന്ന ജോലികൾ വരാനും സാധ്യതയുണ്ട്. അതായത് ഇതുവരെ ഉണ്ടായിരുന്ന വിദ്യ തടസ്സം, അതായത് ജോലി സംബന്ധമായ തടസ്സങ്ങള് രേവതി നക്ഷത്രക്കാർക്ക് ഈ വർഷത്തെ 6 മാസത്തിന് ശേഷം, സെപ്റ്റംബറിന് ശേഷം വളരെയേറെ മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട്. പിന്നെ ഗതകാല സ്മരണകൾക്ക് അവസരമുണ്ടാകും. ജീവിതയാത്രകളെ മനസ്സിലാക്കി യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കി പ്രവർത്തിക്കുന്നതിൽ സമാധാനമുണ്ടാകും. അതുപോലെ നറുക്കെടുപ്പിൽ വിജയിക്കും. അതായത് ലോട്ടറിയൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഈ കൂട്ടര് പ്രാവശ്യം വളരെയേറെ വിജയിക്കുന്നതാണ് പറയുന്നത്. അത് ധാരാളം വസ്ത്രാഭരണ സുഗന്ധദ്രവ്യങ്ങളും അധിക ചെലവ് അനുഭവപ്പെടുകയും ചെയ്യും. ഈ രേവതി നക്ഷത്രക്കാരെ ഭയങ്കര ആർഭാട പ്രിയരായിരിക്കും. നല്ല വസ്ത്രങ്ങളും അതിനുവേണ്ടി ഒരുപാട് പൈസ ചെലവാക്കുന്ന ആളുകളാണ്. അപ്പോൾ അവർക്ക് അതിന് ഉള്ള അധിക ചെലവ് വന്നു ചേരും. എങ്കിലും അത് മറ്റു മേഖലകളിലൂടെ വന്നു ചേരുകയും ചെയ്യും. അപ്പോൾ 6 മാസത്തിന് ശേഷം
രേവതി നക്ഷത്രക്കാർക്ക് വളരെ നല്ല ബലമാണ് ഈ വർഷം കിട്ടുന്നത്. ഇപ്പൊ വിഷുബലത്തില് നമ്മൾ പറഞ്ഞ മറ്റേ ഗുണദോഷ സമ്മിശ്രമായ 5 നാളുകളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. അതായത് അശ്വതി, ഒന്നുകൂടി പറയാ, അശ്വതി നക്ഷത്രക്രമത്തിലെ 1ാമത്തെ നക്ഷത്രം, പുണർദം രണ്ടാമത് നമ്മൾ പറഞ്ഞത്, അതായത് നക്ഷത്രക്രമത്തിലെ 7ാമത്തെ നാള്, ഉത്രം എന്ന് പറയുന്നത് 3ാമത് പറഞ്ഞത്, നക്ഷത്രക്രമത്തിലെ 12ാമത്തെ നക്ഷത്രം, തൃക്കേട്ട 4ാമത്തെ പറഞ്ഞത്, 18ാമത്തെ നക്ഷത്രക്രമം, അവസാനം പറഞ്ഞത് 5ാമത് പറഞ്ഞ രേവതി, അവസാനത്തെ 27ാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മള് വിഷുബലത്തിലെ 5 ഗുണദോഷ സമ്മിശ്രമായ നക്ഷത്രത്തെ കുറിച്ചാണ് ഈ വീഡിയോയിൽ നമ്മൾ വിശദീകരിച്ചത്. പല ആളുകളും ഓരോ നക്ഷത്രത്തെ കുറിച്ചും പ്രതിപാദിക്കാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇനി വരും ദിവസങ്ങളിൽ അത് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം. അപ്പൊ ഇനിയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഓക്കെ.